അതാ അത് പോകുന്നുണ്ടല്ലോ. അത് അവിടെ കയറി 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 കഴിഞ്ഞ 2 മണിക്കൂറിലധികം ഇവിടെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഇത്രയും ഒഴുക്കി ഉണ്ടായിരുന്നില്ല. ഈ 2 മണിക്കൂർ ശക്തമായ മഴ പെയ്തതോടുകൂടി പുഴയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒഴുക്കിന്റെ 2 ഇരട്ടിയിലാണ് ഇപ്പോൾ ഒഴുകുന്നത്. എല്ലായിടങ്ങളിൽ നിന്നും വെള്ളം അതിശക്തമായി പുഴയിലൂടെ ഒഴുകി പോകുന്നു. ഇപ്പോൾ ബെയിലി പാലത്തിന് സമീപം ആദ്യം നിർമ്മിച്ച നടപ്പാലം അത് പൂർണ്ണമായും അത് തകർന്നിട്ടുണ്ട്. അതിനടുത്താണ് ഇപ്പോൾ ഒരു പശു കുടുങ്ങിക്കിടക്കുന്നത്. നേരത്തെ ഒരു പശു ഒരു കിടാവ് ഒലിച്ചു പോയിരുന്നു. ആ കിടാവ് ഇപ്പോൾ കരക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പശു ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസിന് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അതിസാഹസികമാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ ഒഴുക്കിൽ നിന്നും ഇരട്ടി ശക്തിയിലാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തം നടന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ സാഹസികമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതിസാഹസികമായി കയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പശുവിനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. നമുക്ക് ഒരു നിമിഷം അതൊന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്കത് വീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. തന്നെയാ ഒരുപക്ഷെ പശുവിൻ്റെ കാല് ആ പാലത്തിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയാണ്. അല്ലെങ്കിൽ അത് ഒഴുകി പോകേണ്ടതാണ്. അത്രയും ഒഴുക്ക് ഈ ഒരു മേഖലയിലുണ്ട്. ആ പാലത്തിനോട് ചേർന്നുകൊണ്ട് പശുവിൻ്റെ കാല് കുടുങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം വളരെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് സാഹസികമായി കൊണ്ട് പശുവിനെ കയറിട്ട് കരയിലേക്ക് കയറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമാണ്. ഒഴുക്ക് അതിൻ്റെ ഇരട്ടിയിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ ഒഴുക്കിൽ നേരത്തെ നടപ്പാലത്തിൽ താഴ്ഭാഗത്ത് കൂടി വളരെ ചെറിയ തോതിലായിരുന്നു 2 മണിക്ക് മുമ്പ് വരെ ഈ ഒരു പുഴ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിഭീകരമായിക്കൊണ്ട് അതിൻ്റെ എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ പുഴയിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു ജീവൻ്റെ കാര്യമാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ അവരുടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സാഹസികമായിക്കൊണ്ട് തന്നെ പശുവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാല് കുടുങ്ങാൻ തന്നെയാണ് സാധ്യത. അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ശക്തമായ ഒഴുക്കുണ്ട്. അതേ അട്ടമലയിൽ ആളുകൾ പോയ സമയത്ത് ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന പശുക്കൾ ഒരുപാടുണ്ടായിരുന്നു. ആ പശുക്കൾക്ക് തീറ്റയും ഭക്ഷണവും എല്ലാം കൊടുത്തിരുന്നത് ഈ ഒരു ബെയിലി പാലത്തിന് അതുപോലെ അട്ടമലയിലെ ഭാഗത്തിൽ നിന്നുമാണ്. ആ പശുക്കൾ ഇതിലെല്ലാം തന്നെ നടക്കുന്നതെന്ന് നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ പശുക്കളാണ് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം പെട്ടെന്നുണ്ടായ ഒരു ഒഴുക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിൽപ്പെടാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. പശുക്കളാണ് അവർ നടന്നു പോകുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നേരത്തെ ഇപ്പോൾ ഇത്ര രൗദ്രഭാവത്തോടെ ഒഴുകിയിരുന്നില്ല. ഈ 1 മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഴയാണിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇരട്ടി വലുപ്പത്തിൽ ഇരട്ടി ശക്തിയോടുകൂടി ഇപ്പോൾ ഒഴുകുന്നത്. നമുക്ക് വളരെ ഭീകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ ഒരു ഭാഗത്ത് കൂടി പുഴയുടെ ഒഴുക്ക് സ്വാഭാവിക ഗതി ആക്കിയിരുന്നു. JCB എല്ലാം ഉപയോഗിച്ച് പാറക്കല്ലുകളെല്ലാം മാറ്റി സ്വാഭാവികമായി പുഴയുടെ ഒഴുക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം അതിൻ്റെ രൗദ്രഭാവത്തോടെ ഒഴുകി വരുന്ന ഭീകരമായ ഒരു ദൃശ്യം ബെയിലി പാലത്തിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. 4 ഭാഗത്തു കൂടിയും വെള്ളം ഒഴുകി വരുന്നു മുകളിൽ നിന്ന്
എന്നുള്ളത് വളരെ ആശങ്കയോടെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒഴുക്ക് അതിൻ്റെ ഇരട്ടിയിലധികമുണ്ട്. ആ ഒരു ഒഴുക്കിൽ പെട്ടുകൊണ്ട് നേരത്തെ ആ ഭക്ഷണം അലഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് കൂടി നടക്കുന്ന പശു ആ ഒഴുക്കിൽ പെടുകയായിരുന്നു. ആ ഒഴുക്കിൽ പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ബെയിലി പാലത്തിന് സമീപം ആദ്യഘട്ടത്തിൽ ഈ ചുരമലയിലേക്ക് മുണ്ടക്കയിലേക്കുള്ള പാലം നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച നടപ്പാലമാണത്. ആ നടപ്പാലത്തിൻ്റെ കാല് കുടുങ്ങിക്കൊണ്ട് ഇപ്പോൾ പശു നിൽക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ കയറാൻ കഴിയാത്ത സാഹചര്യം. നേരത്തെ ഒരു കിടാവ് അതേപോലെ ഒഴുക്കിപ്പെട്ടിരുന്ന കിടാവ് കൃത്യമായി കുറച്ച് പോയി ആ കരയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കിടാവിൻ്റെ കാലം ഈ ഒരു ഭാഗത്ത് കുടുങ്ങിയിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് വളരെ സാഹസികമായിക്കൊണ്ട് പാരമെഡിക്കിൻ്റെ അംഗങ്ങൾ അതിനെ പശുവിനെ കരയ്ക്ക് കയറ്റുന്ന ഒരു രംഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കഴുത്ത് കയറിയിട്ടുണ്ട്. മറ്റു അവർ കഴിയുന്ന എല്ലാ സാധ്യമായ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കരം കെട്ടിക്കാനുള്ള ശ്രമം തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. സാധാരണഗതിയിൽ അധിക ഒഴുക്കിലാണിപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷയും രക്ഷാപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും സുരക്ഷയും കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങോട്ട് കുറച്ച് ഒഴുക്കിൽ പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ പണി